ഓക്കെ ബിജി, ഇന്നിപ്പോൾ ബിജിയുടെ ടോട്ടൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ 23 ദിവസത്തെ ക്ലാസ്സായി അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ബിജിക്ക് 7 ദിവസത്തെ ക്ലാസ്സുകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ബിജി എച്ച് എടുത്തു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ അറിയാം, നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുപോയ 2 കുട്ടികളെ എച്ച് പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട്, അതായത് അവരെ ടെസ്റ്റിൻ്റെ തലേദിവസം നമ്മൾ ഒരുപാട് കിടന്ന് അവരെ പഠിപ്പിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ 5:15 മണിക്ക് തുടങ്ങിയ ക്ലാസ് അവസാനം തീർന്നത് 7 മണിക്കാണ്. കാരണം അതിൻ്റെ കാര്യം കഴിഞ്ഞാൽ എൻ്റെ ഒരു നോട്ടത്തിൽ ഇപ്പം നമുക്ക് 4 പേർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. 2 ആൺകുട്ടികൾ നന്നായി അടിപൊളിയായിട്ട്, അവർക്ക് ഒരു കുഴപ്പമില്ല, അവർ സ്മാർട്ടാണ്, അവരിലൊന്നും കറക്റ്റ് ചെയ്യാനില്ല. പക്ഷേ 2 പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ 25 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, പെൺകുട്ടികളുടെ വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റില്ല, എന്നാലും വനിതകൾ എന്ന് പറയുന്നതായിരിക്കും ശരി. അവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോയിൻറ്റുകളൊന്നും അവർ ശ്രദ്ധിക്കാത്തായിരുന്നു എൻ്റെ കാരണം. ഒന്നാമതൊരു സ്റ്റിയറിംഗ് തിരിക്കുന്നത് കറക്റ്റല്ല, രണ്ടും നമ്മൾ പറയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ സെൻറ്ററിൽ തിരിക്കുമ്പോൾ വണ്ടിയെ നമ്മൾ ചരിച്ചാണ് കൊണ്ടുപോകുന്നത്, അപ്പോൾ സെൻറ്റർ ലെവലാവില്ല. അപ്പോൾ സെൻറ്ററിൽ ചരിഞ്ഞാണ് പോകേണ്ടത്. നമ്മൾ കണ്ണാടിയിലൂടെ നോക്കി ആ കമ്പി തട്ടുമോ നോക്കിയിട്ട് 3 പാർട്ടായിട്ടാണ് നമ്മൾ കമ്പിയുടെ അടുപ്പിക്കുക, ഒറ്റ തിരിപ്പല്ല. പക്ഷേ ഇവരെന്നൊക്കെ പറഞ്ഞാൽ അവിടെ സെൻട്രൽ ലെവലാവുന്നില്ല, 3 പാർട്ടാണ്, തട്ടുമോ എന്ന് നോക്കിയല്ല തിരിക്കുന്നത്, അവരങ്ങ് തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ 5:15 മണിക്ക് തുടങ്ങി 7 മണിക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുമ്പോഴും മാനസിക നില കറക്റ്റല്ല, എൻ്റെയും അവരുടെയും. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പഠിക്കാറുണ്ട്, ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾ 2 വിഭാഗം കുട്ടികളുണ്ട്. മാനോവർ എന്ന് പറഞ്ഞ സംഭവം, ടെക്നിക്കൽ നോളജ് കുറഞ്ഞ കുട്ടികളും അതുള്ള കുട്ടികൾ പെട്ടെന്ന് ഇതങ്ങ് പിക്കപ്പാവും. അതില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ നമ്മൾ ഒരുപാട് ടൈം എടുക്കുന്നു. അപ്പോൾ അവർക്ക് തോന്നുന്നത് സാറ് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അത് എൻ്റെ ഒരു വീക്ക് പോയിൻ്റ് കൊണ്ടാണ് എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്തത് എന്ന് ചിന്തിക്കുന്ന കുട്ടികൾ കുറവാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഭാഗം ചിന്തിക്കുന്നത് നമ്മൾ പഠിപ്പിച്ചതിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നാണ്. അപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് ആയിരുന്നുവെങ്കിൽ ആ 2 ആൺകുട്ടികൾ അടിപൊളിയായിട്ട് എടുക്കില്ല. അപ്പോൾ അവിടെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ 2 കുട്ടികൾ മറ്റ് കുട്ടികളെ അപേക്ഷിച്ച് ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങളിൽ പുറകിലോട്ടാണ്. അപ്പോൾ അവർ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കരകയറി വരാൻ പറ്റൂ. അപ്പോൾ വിജിയെ സംബന്ധിച്ചോളം, വിജി എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വന്നതിൻ്റെ അന്ന് മുതൽ തന്നെ വിജി സ്മാർട്ടാണ്. അപ്പോൾ ഈ സ്മാർട്ട് എന്ന് പറയുന്ന കുട്ടികൾ, അതായത് എല്ലാ കാര്യങ്ങളും വേഗതയിൽ ചെയ്യുക എന്നുള്ളതാണ് ഡ്രൈവിങ്ങിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിജയരഹസ്യം. നമ്മൾ വണ്ടിക്കകത്ത് ഓടിക്കാൻ കയറി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വേഗതയിൽ ചെയ്യണം. ചില കുട്ടികളൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ സാവധാനത്തിലാണ്. ഇന്ന് ഒരു കുട്ടി ഡ്രൈവിംഗ് ടെസ്റ്റ് ഫെയിലായത് പിടിച്ചു വെച്ചിരുന്ന ഹാൻഡ് ബ്രേക്ക് റിട്ടേൺ ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ്. കാരണം പെൺകുട്ടികളും ആൺകുട്ടികളും ആ ഒരു ബലം അല്ലെങ്കിൽ ലിവറേജ് കൊടുക്കൽ വ്യത്യാസമുണ്ട്. ആൺകുട്ടികൾ ഹാൻഡ് ബ്രേക്ക് പിടിച്ചു വെച്ചിട്ട് പോകുമ്പോൾ അത് പെൺകുട്ടികൾക്ക് അതുപോലെ റിട്ടേൺ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അവിടെ വേറൊരാൾ വന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് നമുക്ക് ഹെൽപ്പ് ചെയ്യാനും കഴിയില്ല. പകരം നമ്മൾ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് അതിനെ മുകളിലോട്ട് വലിച്ച് ബട്ടൺ പ്രസ് ചെയ്യുമ്പം അത് താഴ്ക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഫുൾ ലിവറേജ് കൊടുക്കണം. അപ്പോൾ അവിടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളത് ചെയ്യണം. അവസാനം സാറൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു, പിന്നെ റിട്ടേൺ ചെയ്തു. പക്ഷേ പിന്നെ ഒരു വണ്ടി എടുത്തപ്പോൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അപ്പോൾ ടെസ്റ്റ് ഫെയിലായി. അപ്പോൾ ഹാൻഡ് ബ്രേക്കിനെ കുറിച്ച് പഠിപ്പിക്കുന്നതും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാൻ പഠിപ്പിക്കുന്നതും സൈഡ് മിററിൽ നോക്കുന്നതെല്ലാം തുടങ്ങുന്ന ആ ഒരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികളാണ് കാണുന്നത്. അവർക്ക് എല്ലാവർക്കും അറിയാം ഫസ്റ്റിൽ പഠിക്കുന്നത് ഈ കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് അത് കൈവിട്ട് പോകുന്നു? അത് പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യവും ഇതും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാം. പല കാരണത്താൽ കുട്ടികൾക്കിത് മെമ്മറിയിൽ സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അത് ആ കുട്ടികളുടെ ടെക്നിക്കൽ നോളജിൻ്റെ കുറവാണ്. അപ്പോൾ അതിനെ നമ്മൾ തരണം ചെയ്താലേ നന്നായി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാർ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കാറിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉപകരണം ക്ലച്ചും സ്റ്റിയറിംഗ് ആണ് നമ്മൾ പഠിപ്പിച്ചു. അതുപോലെ സൈലൻ്റ് ആയിട്ടുള്ള മറ്റൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് ഏത്, ആക്സിലറേറ്റർ. ഇന്നലെ ആക്സിലറേറ്റർ വീഡിയോ നമ്മൾ ഗ്രൂപ്പിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് കൊടുത്ത് സ്പീഡ് വരുത്തണം. അവിടെ ഇന്നിപ്പം ബൈക്ക് ഓടിച്ചപ്പോഴൊക്കെ ആക്സിലേറ്റർ ഓടിച്ച കുട്ടികളെല്ലാം ടെസ്റ്റ് പാസ്സായി, ആക്സിലേറ്റർ കൊടുക്കാത്തവരില്ല. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെയ്ത് പ്രാക്ടീസ്. ഇപ്പോൾ ഇനിയിപ്പം ടെസ്റ്റ് തീരാൻ 7 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ 7 ദിവസങ്ങളിൽ എന്താണ് ഡ്രൈവിംഗ് സ്കൂളിനെ കുറിച്ച് ബിജിക്ക് പറയാനുള്ള അഭിപ്രായം? അപ്പോൾ ബിജിക്ക് മൈനസ് പോയിൻറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറയാം. അപ്പോൾ ഇവിടുത്തെ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു, ആ ക്ലാസ്സുകൾ ബിജിക്ക് പ്രയോജനപ്പെട്ടോ, എന്തെങ്കിലും ക്ലാസ്സുകൾ പ്രയോജനപ്പെടാതായോ, പിന്നെ അതെങ്ങനെ കറക്റ്റ് ചെയ്തു, ആ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയും. ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ പോലെ ഇരിക്കാതെയാണ് ഞാനിവിടെ വന്നത്. എന്നാൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെയാണ് എടുത്തത്, അതുകൊണ്ട് പുള്ളിക്ക് 100% കോൺഫിഡൻസ് ആണ്, പഠിച്ചെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് വിട്ടത്. എനിക്കതേ കോൺഫിഡൻസ് ഉണ്ട്. സാർ നല്ലപോലെ പഠിപ്പിച്ചു. ഇപ്പം ഒരു വണ്ടി കൈ കിട്ടിയാൽ ഓട്ടിക്കാൻ എന്തായാലും പറ്റും. എച്ച് എങ്ങനെയാണ്? എച്ച് നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ എച്ചിനെ ഫേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല 2 ദിവസം എനിക്ക് പാടായിരുന്നു. പക്ഷേ 3 ദിവസം സാറ് ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തന്നു. അന്ന് തൊട്ട് ഓക്കെയാണ്. ബാക്കി 3 ദിവസം ഞാൻ ഒറ്റയ്ക്കാണ് എല്ലാം എടുത്തത്.
അത് 2 ദിവസങ്ങൾ ഭാഗികമായി, ഒരു ദിവസം പറഞ്ഞു തന്നു, ഒരു ദിവസം ഭാഗികമായി പറഞ്ഞു, പിന്നെ എടുത്തു തുടങ്ങി. അപ്പോൾ ആർക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും ഈ പഠിപ്പിക്കുന്ന കാര്യത്തിന് അതുപോലെ ചെയ്തെടുക്കുമ്പോൾ ഓക്കെയാണ്. ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഇപ്പോൾ 7 ദിവസങ്ങൾ ബാക്കിയാണ്. അപ്പം നാളെ ഇപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ പാർട്ട് 1 സംബന്ധിച്ച് പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല. ഓക്കെ. ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. റോഡിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? റോഡിന് നമുക്ക് ക്ലാസ്സുകൾ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു 4 ദിവസത്തെ ക്ലാസ്സുകളുടെ ബാക്കിയുണ്ടാകും. അപ്പോൾ റോഡെന്ന് പറഞ്ഞാൽ എന്താണ്? റോഡിനെ കുറിച്ച് എന്ത് തോന്നുന്നു? റോഡ് ഇപ്പോൾ ഓട്ടിക്കാൻ ഒരു കുഴപ്പമില്ലാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടിയെ കൊണ്ട് നിർത്തുമ്പോഴും എടുക്കുമ്പോഴും എല്ലാം നമ്മൾ ഏതിടണം? ഇൻഡിക്കേറ്റർ ആ സമയത്ത് വിട്ടുപോകരുത്. അത് നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് വെറും ഇലക്ട്രിക്കൽ സിഗ്നൽ മാത്രമല്ല, നമ്മൾ കൈ കൊണ്ട് മാനുവലായിട്ട് എന്തുകൂടെ കാണിക്കേണ്ടി വരും, സിഗ്നൽ. അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ വണ്ടി റോഡ് ഓടിക്കുമ്പോഴെല്ലാം നമ്മൾ ഈ സിഗ്നൽ കാണിച്ചാണ് ഓടിക്കുക. നിർത്തുമ്പം നമ്മൾ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നതോടൊപ്പം തന്നെ സ്റ്റോപ്പ് സിഗ്നൽ. അപ്പോൾ ഇന്നിപ്പോൾ ഒരു കുട്ടി ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞപ്പം അയാൾ വേഗതയിൽ കൊണ്ടുവച്ച് ബ്രേക്ക് ചെയ്തു. സ്റ്റോപ്പ് ചെയ്യാൻ ആര് പറഞ്ഞു? പക്ഷേ സാറ് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടും ആ സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്താൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല. അയാളിങ്ങനെ കൊണ്ടുപോയി അവസാനം സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി എങ്ങോട്ട് മാത്രം തിരിച്ചതേ ഉള്ളൂ? ലെഫ്റ്റ് മാത്രം. പിന്നെ എത്ര സ്റ്റേജുകൾ ബാക്കിയുണ്ട്? ലെഫ്റ്റ്, റൈറ്റ്. ഇപ്പോൾ ലെഫ്റ്റ് മാത്രമായി, വണ്ടി ചരിഞ്ഞിരിക്കുകയാണ്. ലെവലാവാൻ ഏതെല്ലാം സ്റ്റേജുണ്ട്? റൈറ്റും ഉണ്ട്, പിന്നെ റിട്ടേണും ഉണ്ട്. പക്ഷേ അതിനു മുമ്പായിട്ട് നിർത്തി, അപ്പോൾ വണ്ടി ചരിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സ്മാർട്ടായി വണ്ടി ഓടിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലാസ്സെല്ലാം ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ മാത്രമേ 30 ദിവസം കൊണ്ട് നമുക്ക് കറക്റ്റ് ആകാൻ പറ്റും. നമ്മൾ അവിടെയെല്ലാം ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ മനസ്സിലാകാത്തത് കൊണ്ട്, ടെക്നിക്കൽ നോളജ്, നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, ഇതങ്ങനെ എന്ത് നമുക്ക് വീക്ക് പോയിൻ്റ് ഉണ്ടെങ്കിലും അതെല്ലാം 30 ദിവസം കൊണ്ട് നമ്മൾ സെൽഫായിട്ടുള്ള എക്സസൈസ് കൊണ്ട് ചെയ്ത് കരകയറിയാലേ നമുക്ക് നന്നായി കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. ഓ, വെരി ഗുഡ്.